ഹലോ, ഇന്ന് ചട്ടിയിൽ നമ്മൾ വള്ളിച്ചെടികളൊക്കെ പടർത്തുമ്പോൾ എങ്ങനെയാണ് അതിന് താങ്ങ് കൊടുക്കാനൊരു സൂത്രം. ഇതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതിനാണ്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിലേക്ക് എടുത്തിരിക്കുന്നത് 4 പൈപ്പുകളിൽ 2 എണ്ണം 1 മീറ്റർ നീളമുള്ളതും 2 എണ്ണം 1 ഇഞ്ച് നീളം കുറഞ്ഞതും. അപ്പോൾ ഇത് പിന്നെ വേണ്ടുന്നത് 4 ബെൻഡ്. ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ളതാണ്. 4 ബെൻഡ് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ 2 ഒരു 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ 15 വേണ്ട, അതിൽ നിങ്ങൾ ചട്ടിയുടെ വട്ടമനുസരിച്ച് അതിൻ്റെ മുകളിൽ കറക്റ്റ് വരേണ്ട വിധത്തിൽ ഒരു കഷ്ണം 2 ചെറിയ കഷ്ണം പൈപ്പും എക്സ്റ്റൻഷൻ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യേണ്ട ഈ ബെൻഡ് അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ച് പൈപ്പ് നീളം കുറഞ്ഞത് പോയതുകൊണ്ട് ചെടി അങ്ങ് വലുതായി. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് വെക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും കാണിക്കാം. എല്ലാവരും എല്ലാ വീഡിയോയും കാണണം എന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിന് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ, അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ കൂടെ ഈ 2 ബെൻഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കും. 10 സെൻറ്റിമീറ്റർ ഞാനൊരു ഊഹം പറഞ്ഞാൽ അത് അളന്നില്ല. നിങ്ങൾ ഏകദേശം ചട്ടിയുടെ വാവട്ടത്തിൻ്റെ മുകളിൽ ഈ ലെവലും കണക്കാക്കി വരുന്ന വിധത്തിൽ ഈ 2 ബെൻഡും 2 ചെറിയ കഷ്ണ പൈപ്പും വേണം. മൊത്തം 4 ബെൻഡ്, 1 മീറ്റർ നീളമുള്ള 2 പൈപ്പ്, 1 മീറ്ററിൽ 1 ഇഞ്ച് താഴെ 2 വേറെ പൈപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അല്പം ചരടും. ആ ചെറിയ പൈപ്പിൻ്റെ മുകളിൽ 2 സൈഡിലായിട്ട് ബെൻഡ് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വെച്ച പൈപ്പ് മാറ്റി ഈ നീളമുള്ള 1 മീറ്ററിൻ്റെ 2 പൈപ്പും അത് 2 ഓപ്പോസിറ്റ് സൈഡിൽ 1 മീറ്ററിൻ്റെ പൈപ്പ് ആദ്യം കുഴിച്ചിടുക. പിന്നീട് 2 ഓപ്പോസിറ്റ് സൈഡിൽ 1 ഇഞ്ച് താഴെയുള്ള പൈപ്പ് കുഴിച്ചിടണം. എങ്കിലേ നമുക്കത് ഒന്ന് മുകൾ ഭാഗം ചേർത്ത് കെട്ടണം. രണ്ടും ഒരേ ഹൈറ്റായാൽ നമുക്കത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അതിനാണ് ഒരു ഭാഗം ഒരല്പം നീളം കുറക്കുന്നത്. ഇതിപ്പോൾ ചെടി വളർന്നു പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ തന്നെ നമ്മൾ ചെടി നടുന്നതിന് മുന്നേ തന്നെ ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ വളരെ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുത്തിവെച്ച പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ ബെൻഡ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. 2 ബെൻഡിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു പൈപ്പ് കഷ്ണം ഫിക്സ് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചു. അത് ഒരു ഹൈറ്റുള്ള പൈപ്പ്, അതായത് 1 മീറ്റർ നീളമുള്ള. ഇതിൻ്റെ അല്പം താഴെയുള്ള പൈപ്പിൽ മറ്റേ ബെൻഡ് ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതും യോജിപ്പിച്ചു. ഇനി വേണ്ടത് നടുഭാഗം കൂട്ടിക്കെട്ടണം. എന്നെങ്കിൽ അതവിടെ നല്ല ഉറപ്പിൽ നിൽക്കും. അതിനുകൊണ്ടാണ് അവിടെ വെറുതെ ഒരു കെട്ട്, സാധാരണ നേരിയ ഒരു ഉണ്ട നൂല് പോലെ കിട്ടും നമുക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ നേരിയ ചരട്. അതാകുമ്പോൾ നല്ല ബലത്തിൽ നമുക്ക് കെട്ടിവെക്കാം. അതാണ് എപ്പോഴും നല്ലത്. ഒരു ഉണ്ടയായിട്ട് കിട്ടുന്ന ആ ഒരു ചരടാണ് നല്ല ടൈറ്റ് നമുക്ക് കെട്ടാൻ വേണ്ടി പറ്റുക. അതാണ് നല്ലത്. അപ്പോൾ അതെടുത്തിട്ട് ഇതിങ്ങനെ നടുഭാഗം കെട്ടി ഉറപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇത്ര ഹൈറ്റ് തന്നെ വേണം, കാരണം അത് പെറ്റൂണി ആയതുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി വരും പെട്ടെന്ന്. ഇനി നമുക്ക് അതേ ചരട് ഉപയോഗിച്ച് ഈ 4 പൈപ്പുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി അതിൻ്റെ നടുക്ക് ചെടി മുകളിലൂടെ വരണം. സൈഡിലേക്കൊക്കെ വളരാനുള്ള സ്ഥലവും വിടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ചെടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഒന്നും പൊട്ടാതെ കിട്ടി. എല്ലാത്തിനെയും ഓരോ ഭാഗത്തു നിന്ന് മാറ്റി ചുറച്ച് 4 ഭാഗത്തും ഇങ്ങനെ നമ്മൾ ആക്കിക്കൊണ്ടുവരണം. ഒരിക്കലും ഈ ചരട് ഒരുപാട് നീളത്തിലെടുക്കരുത്. നമുക്കപ്പോൾ അത് ചുരുട്ടി നടുക്കിങ്ങനെ ഒരു കെട്ടും കൊടുക്കണമല്ലോ, എന്നെങ്കിൽ ഇത് ഉറച്ചു നിൽക്കും. അത് ബുദ്ധിമുട്ടായി. അപ്പോൾ ഒരു 4-5 ചുറ്റ് ആക്കേണ്ട വിധത്തിലുള്ളൊരു നീളം മുറിച്ചെടുത്ത് അത് കഴിയുമ്പോൾ വേറൊരു ചരട് മുറിച്ചെടുത്താൽ മതി. എങ്കിൽ നമുക്ക് എല്ലാവിധ വള്ളിച്ചെടികളും ഇതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ സുഖകരമായിട്ട് നല്ല ഭംഗിയിൽ വൃത്തിയിൽ ചുറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ആദ്യത്തെ ചരട് കഴിഞ്ഞു, ഇത് 2ാമത്തെ ചരടെടുത്ത് കെട്ടി ഇത്ര നീളത്തിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് അതിനെ ചുറ്റിക്കൊണ്ടുവരാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നാൽ ചെടിക്ക് താങ്ങ് കൊടുക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാം ആ സൈഡിലൂടെ അങ്ങ് കവിഞ്ഞ് വീണു പോകും. എല്ലാത്തിനും പറ്റിയില്ലെങ്കിലും കഴിയുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ക്രോസ് ചെയ്തിട്ടും കൂടി ചരട് കെട്ടാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇനി ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കെട്ടിയെടുക്കേണ്ടത്. ഇനി എനിക്ക് വേറൊരു ടാസ്ക് ഉണ്ട്. ഇതുകൂടെ ചെയ്താൽ എല്ലാം കഴിഞ്ഞു. സാധാരണ നമ്മൾ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചെടി വളരുമ്പോഴേക്ക് പിന്നെ നമ്മളത് ചെറുതായി ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട്
എൻ്റെ ചെടികൾ വളർന്നു പോയതുകൊണ്ട് അവയൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക എന്നൊരു ടാസ്ക് കൂടി എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പൊട്ടാതെ പെറ്റൂണിയ പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടും. ഒരു പൂ പോലും നഷ്ടപ്പെടാതെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ഇന്നൊരു ഭംഗിയില്ല, കാരണം അത് നമ്മൾ നിർബന്ധപൂർവ്വം ഉള്ളിലേക്ക് വച്ചതല്ല. പിന്നെ 2 ദിവസം കൊണ്ട് അവയൊക്കെ പുറത്തേക്ക് വന്ന് നല്ല ഭംഗിയിലേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. കണ്ടോ, 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല ഭംഗിയിലായി. നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, വള്ളിച്ചെടികൾ ധാരാളമുണ്ടിപ്പോൾ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചെയ്തു നോക്കൂ. നല്ല ഭംഗിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.